ആദ്യം ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് ഈ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ബാക്കി ഒന്നും കൂടി നമ്മൾ ഓടിച്ചുവിടാം. എന്താണ് ബേസിക്സ് ഓഫ് C++ എന്നുള്ളത്? നമ്മൾ ടോട്ടൽ C++ൻ്റെ ബേസിക്സ് പറയാം. ആദ്യം നമുക്കറിയാം C++ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ജാനസ് ട്രോസ്ട്രൂപ്പ് എന്ന് പറയുന്ന ഒരു ആളായിരുന്നു. അത് AT&T ബെൽ ലബോറട്ടറീസ് അമേരിക്കയിലുള്ള അവിടെ വെച്ചാണ് ഇത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ഓവർവ്യൂ പറഞ്ഞ എന്താണ്? ആദ്യം ക്യാരക്ടർ സെറ്റ് പറഞ്ഞു. ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു C++ ലാംഗ്വേജിലെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ആ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന പോലെ സിംബലുകളും ലെറ്ററുകളും ഒക്കെ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഡിജിറ്റ്സ് എല്ലാം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടോക്കണുകളെ കുറിച്ചാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത്. ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഒരു C++ പ്രോഗ്രാമിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ടോട്ടൽ ഒരു 5 ടോക്കണുകളുള്ളത്. ഒന്നാമത്തത് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസർവ്ഡ് വേർഡ്സ് ആണ് അല്ലെ? സ്പെഷ്യൽ മീനിങ് ഉണ്ടാവുന്ന, കമ്പൈലർക്ക് സ്പെഷ്യൽ മീനിങ് കൊടുക്കുന്ന ചില റിസർവ്ഡ് വേർഡുകളെയാണ് കീവേഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ പറഞ്ഞു. ഈ നെക്സ്റ്റ് പറഞ്ഞത് ഐഡന്റിഫയർ എന്നാണ്. ഐഡന്റിഫയർ എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷന് നമ്മളൊരു കൊടുക്കുന്ന പേരിനെയാണ്. യൂസർ ഡിഫൈൻഡ് വേർഡ് ആണ്. ഒരു മെമ്മറി ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന യൂസർ ഡിഫൈൻഡ് വേർഡുകളെ പറയുന്ന പേരാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഐഡന്റിഫയേഴ്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഫംഗ്ഷനും വാരിയബിൾസ്, ഫംഗ്ഷൻസ് ഒക്കെ അതിന് എക്സാമ്പിളുകളാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇതിലേക്ക് ഫംഗ്ഷൻ നെയിം കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെ ആലോചിക്കണം. അതിന് പേര് കൊടുക്കുന്ന രീതികളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ ഒന്ന് പറഞ്ഞത് ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺസ്റ്റന്റുകളാണ്. അത് ലിറ്ററൽസ് എന്ന് പറയുന്ന ടോക്കണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവ കോൺസ്റ്റന്റുകളായിരിക്കും. അത് ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴൊക്കെ മുഴുവനും അത് എന്തായിരിക്കും? ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന സാധനങ്ങളെയാണ് എന്ത് പറയുന്നത്? ലിറ്ററൽസ് എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള ലിറ്ററലുകളുണ്ട്. ഇൻറ്റീജർ കോൺസ്റ്റന്റ്സ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ, ഇതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഓപ്പറേറ്റേഴ്സിലേക്ക് വന്നു. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടോക്കണിനെ കുറിച്ച് പറഞ്ഞു. അത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംബലുകളാണ്. പലതരം ഓപ്പറേറ്ററുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പറേറ്ററുകൾ മെയിനായിട്ട് 3ആക്കി തിരിക്കാം: ബൈനറി, യൂനറി, ബൈനറി, ടെർണറി എന്ന് പറഞ്ഞു. അതിൽ ഉപയോഗിക്കുന്ന ഓപ്പറൻറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് യൂനറി എന്ന് ഓരോ ഓപ്പറൻ്റ് ആണെങ്കിൽ യൂനറി എന്ന്, 2 എണ്ണമാണെങ്കിൽ ബൈനറി എന്നും, 3 എണ്ണമാണെങ്കിൽ ടെർണറി എന്നും പറയും. പിന്നെ വേറെ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് അങ്ങനെ തിരിക്കാവുന്നതാണ്. അത് പറഞ്ഞു. ഓരോന്നിനെ കുറിച്ചും പറഞ്ഞു. അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ ഏതൊക്കെയെന്ന് പറഞ്ഞു, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ ഏതൊക്കെയെന്ന് പറഞ്ഞു, റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ ഏതൊക്കെയെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ പോയത് എന്താണ്? ഇൻപുട്ട്, ഔട്ട്പുട്ട്. പിന്നെ ചില ഓപ്പറേറ്ററുകൾ, സ്പെഷ്യൽ ഓപ്പറേറ്ററുകളെ കുറിച്ച് പറഞ്ഞു. ഇൻപുട്ട് ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, പിന്നെ അരിതമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്ററുകൾ പറഞ്ഞു. പ്ലസ്, മൈനസ് എന്ന് പറയുന്ന ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് ഓപ്പറേറ്ററുകളെ കുറിച്ച് പറഞ്ഞു. അസൈൻമെന്റ് ഓപ്പറേറ്ററുകളെ കുറിച്ച് പറഞ്ഞു. ഈക്വൽ ടു ഓപ്പറേറ്ററെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അതൊക്കെ നമ്മൾ ഏകദേശം ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു വാക്ക് പറഞ്ഞത് പങ്ക്ച്വേറ്റേഴ്സ് എന്നാണ്. അത് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന സെമാന്റിക്, പ്രത്യേക സിൻറ്റാറ്റിക് മീനിങ് ഒക്കെ ഉള്ള ചില കമ്പൈലറിന് കൊടുക്കുന്ന ചില സിംബലുകളെ പറയുന്ന പേരാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഡാറ്റ ടൈപ്പുകളെ കുറിച്ചാണ്. ഡാറ്റ ടൈപ്പുകൾ മെയിനായിട്ട് 5 ഡാറ്റ ടൈപ്പുകളുള്ള ഇന്റ്, ചാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഓരോന്നിൻ്റെയും സൈസ് എത്ര, എന്താണ് അതിൻ്റെ രീതി എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നെ നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി, ഒരു ഡാറ്റ ടൈപ്പിന്റെ സൈസോ റേഞ്ചോ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകളെ പറയുന്ന, ചില കീവേഡുകളെ പറയുന്ന പേരാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. എക്സാമ്പിൾ പറഞ്ഞു, സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്, അതൊക്കെ ഇതിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഡാറ്റ ടൈപ്പുകളുടെ ഒപ്പം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനെയാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് പറഞ്ഞു, 10ാമത് പറഞ്ഞു ഈ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. എക്സ്പ്രഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാണെങ്കിലും ഇത് പ്രത്യേകിച്ച് പറയാൻ മാത്രം എന്നുള്ള സംഭവമൊന്നുമല്ല. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്ററുകളും
ഓപ്പറൻറ്റുകളും പിന്നെ ഒക്കെ പാടെ ചേർന്നതാണ്. ഒരു ഓപ്പറേറ്ററുകളും ടോട്ടൽ ചേർന്ന ഒരു ഇപ്പോൾ എ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ അതിനെ പറയുന്നത് എന്താണ്? അതൊരു അപ്പോൾ അതിലെന്താണ് സി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, എ എന്ന് പറയുന്നുണ്ട്, ബി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? വേരിയബിളുകളാണ്. ഈ സമം എന്ന് പറയുന്ന ഒറ്റ സമമാണെങ്കിൽ അത് എന്താ? അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എന്ത് ഓപ്പറേറ്ററാണ്? പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തന്നെ അരിതമെറ്റിക് ഓപ്പറേറ്ററാണ്. അപ്പൊ ഇതൊക്കെ പാടെ ചേർന്ന് കഴിഞ്ഞതാണ് ഇത് ഒന്നിച്ച് ചേർന്നാൽ ഓപ്പറൻറ്റുകളും അഥവാ വേരിയബിളുകളോ ഓപ്പറൻറ്റുകളും അതല്ലെങ്കിൽ ഓപ്പറേറ്ററുകളും കൂടിയും ഒക്കെ ചേർന്നിട്ട് എഴുതുന്ന ഒരു ടോട്ടൽ ഇതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പ്രഷനുകൾ എന്ന് പറയാം. എക്സ്പ്രഷനുകൾ പലതരത്തിലുണ്ട്. അരിതമെറ്റിക് എക്സ്പ്രഷൻസ്, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ. അത് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നേ ഉള്ളൂ. അരിതമെറ്റിക് ഓപ്പറേറ്ററുകൾ വരുന്നത് അരിതമെറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ അങ്ങനെയുള്ള റിലേഷണൽ ഓപ്പറേറ്ററുകൾ ഉപയോഗിക്കുന്നത് റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ ഓപ്പറേറ്ററുകൾ ഉപയോഗിക്കുന്നത് ലോജിക്കൽ എക്സ്പ്രഷൻ. പിന്നെ നമ്മളത് പറഞ്ഞ ഒന്നാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് അതും ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക് മാറ്റുന്നതിനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ഇംപ്ലിസിറ്റ് ടൈപ്പ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് ഉണ്ട്. ഇംപ്ലിസിറ്റ് ടൈപ്പിന് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയും. അത് കമ്പൈലർ മാറ്റുന്നതായിരിക്കും. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാറ്റി കൊടുക്കുന്നതായിരിക്കും. അത് രീതി രണ്ടും വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി അപ്പൊ ഇത്രയാണ് നമ്മൾ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓവർവ്യൂ. ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഇനി നമുക്ക് പ്രോഗ്രാമുകളിലേക്ക് കിടക്കാം. എങ്ങനെ C++ പ്രോഗ്രാം എഴുതാന്നുള്ളത് അറിയാം നമുക്ക്. എങ്ങനെയാണ് C++ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ആദ്യം തുടക്കം മുതൽ ഒരു വരി എന്താന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം കറക്റ്റ് ആയിട്ട് അറിയാം. ആദ്യം എന്താണ്? ആദ്യം നമ്മൾ എഴുതുക #include എന്ന് പറയുന്ന വാക്കാണ് അല്ലെ. #include ഈ വാക്കിന് എന്താ പറയാ? ഒരു പേര് പറയും. അത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. ഒന്നുകൂടി പറയും, പ്രീ പ്രോസസർ ഡയറക്റ്റീവ് #include എന്ന് പറയുന്ന. അതേപോലെ വേറെ #define എന്ന് പറയുന്ന ഒന്നുണ്ട്. അതൊക്കെ ഇനി നമുക്ക് വരുമ്പോൾ നോക്കാം. #include എന്ന് പറയുന്നത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. അപ്പോൾ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ എപ്പോഴും #include തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഒരു വരി എഴുതാറുണ്ട് നമ്മൾ അല്ലെ. ലെസ് ദാൻ സിമ്പിളിന്റെയും ഗ്രേറ്റർ ദാൻ സിമ്പിളിന്റെയും ഇടയിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു സാധനം കണ്ടോ? വരെ കാണുന്നില്ല ഇവിടെ. IO സ്ട്രീം എന്ന് കൊടുക്കാറുണ്ട്. ഇതിന് എന്താ പറയാ? ഹെഡർ ഫയൽ. ഇത് മാറാം. ഈ #include മാറില്ല. പക്ഷെ IO സ്ട്രീമും വേറെയും ഹെഡർ ഫയലുകളുണ്ട്. അപ്പൊ IO സ്ട്രീം എന്ന് പറയുന്നത് ഒരു ഹെഡർ ഫയലാണ്. അപ്പൊ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് കഴിഞ്ഞ ഉടനെ നമ്മൾ എഴുതുന്ന എന്താണ്? ഒരു ഹെഡർ ഫയൽ ആയിരിക്കും. ആ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് ഒരു ഹെഡിങ്, ഒരു പ്രോഗ്രാമിന്റെ ഹെഡിങ് ഒക്കെ പോലെ ഹെഡർ ഫയലാണ്. പലതരത്തിലുള്ള IO സ്ട്രീം ഉണ്ട്. ഇനി നമ്മൾ വേറെയും പറയാൻ പോകുന്നുണ്ട്. STDIO അങ്ങനെയൊക്കെയുള്ള കുറേ സ്കോണിയോ CSTDIO അങ്ങനെ കുറേ ഇതുകൾ നമ്മൾ ഇനി അടുത്ത ഫംഗ്ഷനുകളെ കുറിച്ച് പറയുമ്പോൾ C സ്ട്രിങ് പറയും. അങ്ങനെയൊക്കെയുള്ള ധാരാളം ഈ ഹെഡർ ഫയലുകളെ കുറിച്ച് നമ്മൾ ഇതിന്റെ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ ആ വരി കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യൂസിങ് നെയിം സ്പേസ് STD സെമിക്കോളൻ. ഈ ഒരു വരി ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഐഡന്റിഫയറുകളെയൊക്കെ CINനും COUTനും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ, അതിന്റെ സ്കോപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാണ്. യൂസിങ് നെയിം സ്പേസ് STD. ആ നെയിം സ്പേസ് ഉപയോഗിച്ച STD സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് STD ഉപയോഗിക്കുന്നത് എന്തിനാണ്? സാധാരണ ഐഡന്റിഫയേഴ്സിന് CINനും COUTനൊക്കെ ഐഡന്റിഫയേഴ്സിന്റെ സ്കോപ്പ് മനസ്സിലാക്കി കൊടുക്കാൻ, ടു സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതാറ്? ഇന്റ് മെയിൻ എന്ന് എഴുതും അല്ലെ. ഇന്റ് മെയിൻ എന്ന് പറഞ്ഞു, ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്. അപ്പൊ ഇന്റ് മെയിൻ ബാക്കിക്ക് ചിന്തിച്ചാൽ നമുക്ക് കിട്ടാവുന്നുള്ളൂ. ഇന്റ് മെയിൻ പ്രോഗ്രാം എഴുതാനൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം വിശദമായി പഠിച്ചെന്ന. ഇന്റ് മെയിൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാക്ക് ഇന്റ് ആണ്. ഇന്റ് എന്ന് പറയുന്നത് എന്താ? ഡാറ്റ ടൈപ്പ്. അപ്പോൾ ആദ്യം ഒരു ഡാറ്റ ടൈപ്പും പിന്നെ മെയിൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കും. ഇതൊരു ഫംഗ്ഷനാണ്, മെയിൻ ഫംഗ്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഫംഗ്ഷന്റെ ഉള്ളിലായിരിക്കും C++
C++ പ്രോഗ്രാമുകളിൽ മുഴുവൻ ഈ ഒരു മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ആയിരിക്കും എല്ലാ ഇതുകളും എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യത്തിൽ നമ്മൾ വേറെ മാറ്റങ്ങളൊന്നും ഇട്ടില്ല. പ്രോഗ്രാം നമ്മൾ എഴുതാൻ പോകുന്ന ഇതിൻ്റെ ഉള്ളിലാണ്, മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആദ്യം #include IOStream യൂസിങ് നെയിം സ്പേസ് std സെമിക്കോളൻ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഇൻഡ് മെയിൻ എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ഇട്ടിട്ട് ഇനി കേളി ബ്രേസസ് ബ്രാക്കറ്റ് ഇടും. ഈ കേളി ബ്രേസസ് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെ എഴുതി കൊടുക്കുന്നു അതൊക്കെയാണ് എന്ത് സ്റ്റേറ്റ്മെന്റുകൾ. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ എഴുതി കൊടുക്കുന്നു അതിനെയാണ് C++ പ്രോഗ്രാമുകളിലെ സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മളെല്ലാം എഴുതി കൊടുക്കുക. പ്രോഗ്രാമിന്റെ കണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ പ്രോഗ്രാമിന്റെ കണ്ടന്റ് ഇതിൻ്റെ ഉള്ളിലാണ് എഴുതി കൊടുക്കുക. അപ്പോൾ പലതരം സ്റ്റേറ്റ്മെന്റുകളും നമുക്കുണ്ട്. പലതരം സ്റ്റേറ്റ്മെന്റുകളുണ്ട്. സ്റ്റേറ്റ്മെന്റുകൾ ഒന്നല്ല, കുറേ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ എഴുതി വരുമ്പോൾ ഏറ്റവും ആദ്യം എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തതാണ്. പിന്നെ വേറെ ഒന്നാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ 4 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. പിന്നെയുണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇതൊക്കെയാണ്. ഇനി അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റുകളിലേക്കും പോവാം. നമുക്ക് പ്രോഗ്രാമുകൾ എഴുതുന്നതിന് മുന്നേ ഈ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് ഒന്ന് ചെറുതായി പരിചയപ്പെടാം. കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാണെങ്കിൽ പോലും ഒന്നുകൂടി പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ എഴുതി കൊടുത്തിട്ടുള്ളതെല്ലാം, ഒരു പ്രോഗ്രാമിൽ നമ്മൾ എന്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടോ അതിനെ എല്ലാം എന്തെഴുതുന്നത്, അതൊക്കെ ഏതൊക്കെ വേരിയബിളുകൾ നമ്മൾ ആ ഒരു പ്രോഗ്രാമിനുള്ളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ആ ഉപയോഗിച്ചിട്ടുള്ള വേരിയബിളുകളെ എല്ലാം പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? വേരിയബിളുകളെ എല്ലാം എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. അതിനെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റുകൾ ഏത് ഡാറ്റ ടൈപ്പാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഏത് തരത്തിലുള്ള ഡാറ്റയാണ് ഒരു വേരിയബിളിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുക എന്നത് ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്തോ ചെയ്ത് കൊടുക്കണം? പറഞ്ഞു കൊടുക്കണം, എഴുതി കൊടുക്കണം. അപ്പോൾ ഏറ്റവും ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ പ്രോഗ്രാമിൽ ഏതൊക്കെ വേരിയബിളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയാം. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഏതൊക്കെ ഇതുകളാണോ ഉപയോഗിക്കുന്നത്, ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളുകൾ ഉപയോഗിക്കുന്നത്, ആ വേരിയബിളുകൾ ഏത് ടൈപ്പാണ്, ഏത് ഡാറ്റ ടൈപ്പാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഒരു എക്സാമ്പിൾ നോക്കിയോളൂ. ഇൻഡ് n, സം അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സെമിക്കോളൻ. അപ്പൊ സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട് ഈ സം ഇങ്ങനെയുള്ള 2 വേരിയബിളുകളെ ഇൻഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വേറൊരു എക്സാമ്പിൾ നോക്കിയോ. ഫ്ലോട്ട് RAD, ഏരിയ എന്നുകൊടുത്ത് എന്തർത്ഥം? RAD എന്ന് പറയുന്ന ഒരു വേരിയബിളിനെയും ഏരിയ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെയും ഫ്ലോട്ട് നമ്മൾ പറഞ്ഞ പോയിന്റിലുള്ള സംഖ്യകൾ അല്ലേ? ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പിന്നെ സൈൻഡ് ഇൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇൻഡിന് പകരം ഉപയോഗിക്കുന്ന ഈ സൈൻഡിന് പ്രത്യേകിച്ച് ആവശ്യമില്ല, അൺസൈൻഡ് ആണ് നമ്മൾ നോക്കാറ് അല്ലേ? പറഞ്ഞു സൈൻഡ് ഇൻഡ് എന്ന് പറഞ്ഞു കൊടുത്തത്. സൈൻഡ് എന്താ? അപ്പം നേരത്തെ മുന്നേ ഞാൻ പറഞ്ഞു എന്താണ്? ടൈപ്പ് മോഡിഫയർ. സൈൻഡ് ഇൻഡ് A, B, C എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം A, B, C എന്നീ വേരിയബിളുകളെ സൈൻഡ് ഇൻഡ് ആയിട്ട് ഇൻറ്റീജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ എഴുതുകയാണ് ചെയ്യുന്നത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയാം. ഇനി ഇനിയിപ്പോൾ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞപ്പോൾ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ എഴുതി കൊടുക്കുന്നതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനി ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിൽ ചില സമയത്ത് നമുക്ക് ഈ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന് വാല്യൂ കൊടുക്കാൻ പറ്റും. ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന് ഇനീഷ്യലൈസ് ചെയ്യാന്ന് പറയും.
ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന് വാല്യൂ കൊടുക്കാൻ പറ്റും. വാല്യൂ കൊടുക്കുക എന്ന് പറയുന്നത് ഇനീഷ്യലൈസ് ആയിട്ട് ആദ്യം തന്നെ ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണം നോക്കിക്കോളൂ, ഇൻറ്റ്, അതിന് ഇനീഷ്യലൈസേഷൻ എന്ന് അതിന് പറയാം, വാരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്നാ പറയാം. അങ്ങനെ പറഞ്ഞു കൊടുക്കണതിന് ആദ്യം തന്നെ ടൈം ഓഫ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനൊരു വാല്യൂ കൊടുക്കാൻ പറ്റും. ഉദാഹരണം ഇൻറ്റ് n ഈസ് ഈക്വൽ ടു 10 സെമിക്കോളൻ. ഇപ്പൊ ഈ ഇൻറ്റിന്റെ അന്നോർത്ത്, അപ്പൊ അതിന്റെ അർത്ഥം എന്താ, 10 എന്ന് പറയുന്ന വാല്യൂ n എന്ന് പറയുന്ന വാരിയബിളിലേക്ക് ആദ്യം സ്റ്റോർ ചെയ്യുക. ഇനീഷ്യലി ആദ്യം തന്നെ എന്റെ വാല്യൂ 10 ആണ് എന്ന് പറഞ്ഞു കൊടുത്തു. അത്രേ ഉള്ളൂ. പിന്നെ മാറും, പിന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ മാറാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ആദ്യത്തെ വാല്യൂ എത്രയാണ്, ഇനീഷ്യൽ വാല്യൂ എത്രയാണ്, 10 ആണെന്ന് പറഞ്ഞു. ഇതിനെയാണ് എന്ത് പറയുന്നത്, വാരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇതിന്റെ തൊട്ട് മുന്നേ ഇവിടെ ഒരു കോൺസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ, കോൺസ്റ്റ് ഇൻറ്റ് n ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്ത് വിചാരിക്കുക. അപ്പൊ സംഭവിക്കുക എന്താ, കോൺസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇതിന് ആക്സസ് മോഡിഫയർ എന്നാ പറയാം. ആക്സസ് മോഡിഫയർ എന്ന് പറയും. ആക്സസ് മോഡിഫയർ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരിക്കലും ഈ പ്രോഗ്രാമിൽ ഡ്യൂറിങ് എക്സിക്യൂഷൻ ഒരു കാരണവശാലും ഈ പ്രോഗ്രാമിൽ മുഴുവൻ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും, 10 ആയിരിക്കും. സ്ഥിരമായിട്ട് ഇത് കോൺസ്റ്റന്റ് ആവണം എന്ന് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് n ഈസ് ഈക്വൽ ടു 10 എന്നുള്ളതിന്റെ മുന്നേ, ഇൻറ്റ് n ഈസ് ഈക്വൽ ടു 10 എന്നുള്ളതിന് മുന്നേ കോൺസ്റ്റ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. പെർമനന്റ് കോൺസ്റ്റന്റ് ആക്കി കൊടുക്കുന്നതിന് വേണ്ടി വയ്ക്കും. അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതിനെ കുറിച്ച് നോക്കാം. ഇൻപുട്ട്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്താ, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻപുട്ട് രണ്ടും ഒന്നിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രോഗ്രാമിലേക്ക് ഒരു വാരിയബിളുകളെ ഇൻപുട്ട് ചെയ്യുന്നതിന്, ദാറ്റ് മീൻസ് ഒരു പ്രോഗ്രാമിലുള്ള ഉപയോഗിക്കുന്ന വാരിയബിളിലേക്ക് നമുക്ക് വാരിയബിൾ കൊടുക്കുന്നത് എന്താണ്, അതിൻ്റെ ഉള്ളിൽ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. വാരിയബിൾ അല്ലെ, വാരി ചെയ്യുന്ന അപ്പൊ ആ വാരിയബിളുകളിലേക്ക് നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഇൻപുട്ട് ചെയ്യാൻ, അപ്പൊ ഈ വാല്യൂസിനെ എങ്ങനെ എൻ്റർ ചെയ്യണം, അപ്പൊ ഒരു വാരിയബിളിലേക്ക്, ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ നമുക്ക് വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു വാരിയബിളിനെ ഇൻപുട്ട് ചെയ്യണം. ഉദാഹരണം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. അപ്പോൾ ഇതിന് സാധാരണ ഈ ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുക. ഏത്, ഗ്രേറ്റർ ദാൻ സിമ്പിൾ, 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഈ സിമ്പിളിന് നമ്മൾ ഈ ഓപ്പറേറ്ററിന് ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അഥവാ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞു, ഇൻപുട്ട് ഓപ്പറേറ്റർ. ഇതൊക്കെ ഈ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, എന്ന് പറയുന്ന വാരിയബിളിനെ സീൻ ചെയ്തു. സീൻ എന്ന് പറയുന്ന വാക്ക് അതിനെ ഉപയോഗിക്കുക. സീൻ എന്ന് പറയുന്ന ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് സീൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ന് പറയുന്ന വാരിയബിളിനെ ഇൻപുട്ട്, നമ്മൾ കഴിഞ്ഞ കൊല്ലം ഫ്ലോ ചാർട്ട് അൽഗോരിതം ഒക്കെ പറയുന്ന സമയത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് ബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഇതിന് അവിടെ അതേ സാധനം എന്താ, എയും ബിയും ഇൻപുട്ട് ചെയ്തു, ആദ്യം 2 വാരിയബിൾ. അപ്പൊ എയും ബിയും വഴിയാവും നമ്മൾ ഒരു പ്രോഗ്രാമിലേക്ക് വാല്യൂസ് എൻ്റർ ചെയ്യുക. അപ്പൊ എയിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്ന് പറയുന്നത് ഇൻപുട്ട് ചെയ്താൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, സീൻ ചെയ്തു. അപ്പൊ ഇത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റിനാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് വേറെ ഒന്നാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞതാ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ പ്രോഗ്രാം ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യണം, നമുക്ക് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യണം എങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഏത്, സി ഔട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു സി ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ സ്ട്രിങ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഔട്ട്പുട്ട് ചെയ്യുക അഥവാ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സി ഔട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. സി ഔട്ട് സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേര് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വാരിയബിളിനെയോ അല്ലെങ്കിൽ സ്ട്രിങ്ങിനെ എന്തോ ആവാം. ഇപ്പൊ ഉദാഹരണം ഇതൊരു വാരിയബിളിനെ, ഇപ്പൊ എന്ന് പറയുന്ന വാരിയബിളിനെ ഇൻപുട്ട് ചെയ്തു. ആ ഇൻപുട്ട് ചെയ്ത വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി, സി ഔട്ട് എന്ന് എഴുതിയിട്ട് 2 ലെസ് ദാൻ സിമ്പിൾ കൊടുക്കണം. ഇതിനെ എന്ത് പറയും, എന്ത് ഓപ്പറേറ്റർ എന്ന് പറയാം, 2 ലെസ് ദാൻ സിമ്പിൾ ചേർന്നാൽ അതിനെ പറയുന്ന പേരാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ അഥവാ പുട്ട് ടു ഓപ്പറേറ്റർ എന്ന് പറയും. ഈ പുട്ട് ടു ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒരു വാരിയബിളിനെ എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്,
ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ ഒരു വേരിയബിളിന് വേണ്ട, നമുക്കൊരു സ്ട്രിങ്ങിനെയാണ് ചെയ്യേണ്ടെങ്കിൽ സ്ട്രിങ്ങിന്റെ പ്രത്യേകത, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡബിൾ കോട്ടിന്റെ ഉള്ളിൽ കൊടുത്തു അല്ലേ, അതൊരു സ്ട്രിങ് ആയി. ഡബിൾ കോട്ടിന്റെ ഉള്ളിൽ കൊടുക്കുന്നതൊക്കെ സ്ട്രിങ് ആണല്ലോ. സ്ട്രിങ് ആണെങ്കിൽ നേരിട്ട് അതാണ് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ സി ഔട്ട് എന്ന് എഴുതിയിട്ട് രണ്ട് ലെസ് ദാൻ സിമ്പിൾ ഇട്ട് ഡബിൾ കോട്ടിന്റെ ഉള്ളിൽ ഹലോ എന്ന് കൊടുത്ത് സെമിക്കോളം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ഇത് ഞാൻ ഒരു ജസ്റ്റ് ഒരു പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇപ്പം 3 സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ, അടുത്തതാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസൈൻ ചെയ്യുന്ന അല്ലെ. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഏതാ, ഈസ് ഈക്വൽ ടു ഉള്ള എല്ലാ സ്റ്റേറ്റ്മെന്റിനെയും പറയുന്ന പേരാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു മെമ്മറിയിൽ സാധാരണ ഒരു വാരിയബിളിലോ എന്തിലെങ്കിലും ഉള്ള ഒരു സ്പെസിഫിക് ഡാറ്റയെ നമ്മൾ ഒന്നിലേക്ക് സ്റ്റോർ ചെയ്യുകയോ അസൈൻ ചെയ്യുകയോ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതൊരു ബൈനറി ഓപ്പറേറ്റർ ആണെന്നൊക്കെ നമ്മൾ ഇന്നാൾ പറഞ്ഞതാണ്, അപ്പുറം വരുന്നത് അല്ലേ. അപ്പോൾ അപ്പുറം വരുന്നത് ഇപ്പൊ അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഇപ്പൊ എ ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി അല്ലെങ്കിൽ അതൊക്കെ എന്താണ്, എ ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു സി അങ്ങനെയൊക്കെ പറയുന്ന എന്താ ഓപ്പറേറ്ററുകൾ. ഇത് അപ്പൊ ആ സമം എന്ന് പറയുന്ന എന്ത് ഓപ്പറേറ്റർ ആയിട്ടാണ്, അസൈൻമെന്റ് ഓപ്പറേറ്റർ. അപ്പൊ ആ സമമുള്ള ഈ ഒരു ഒറ്റ സമമുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റിനെയും പറയുന്ന പേരാണ് എന്ത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അപ്പോൾ രണ്ടും രണ്ടായിട്ട് തന്നെ വരാമെന്ന് പറയുന്നത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും എന്നിവയാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുക. ഇപ്പോൾ നമുക്ക് ഇപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റുകളാണ് പറഞ്ഞു. ഒന്ന് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പിന്നെ ഏതാ പറഞ്ഞത്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഇത്രയും സ്റ്റേറ്റ്മെന്റുകളാണ് സാധാരണഗതിയിൽ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ വരുന്ന എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് വരുന്ന കുറെ ഓപ്പറേറ്ററുകൾ, സാധാരണ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഇതാ വരിക. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ സാധാരണഗതിയിൽ എന്ത് കൊടുക്കാറുണ്ട്, റിട്ടേൺ 0 കൂടിയും കൊടുക്കാറുണ്ട്. ഇന്റ് ആണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഇന്റ് മെയിൻ ആണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം എന്ത് ചെയ്യുന്നു, റിട്ടേൺ 0 എഴുതും. എന്നിട്ട് നമ്മൾ മെയിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാറുണ്ട്, സെമിക്കോളൻ ഇട്ടിട്ട് റിട്ടേൺ 0 കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇട്ടിട്ട്. അതിപ്പോൾ ഇന്റ് ആണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ 0 പറയണം. കാരണം ഇൻറ്റീജർ ആയതുകൊണ്ട് 0 വാല്യൂ, ദാറ്റ് മീൻസ് ഒരു വാല്യൂവും റിട്ടേൺ ചെയ്യാൻ പാടില്ല എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ അവിടെ വോയിഡ് ആണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, റിട്ടേൺ 0 എഴുതി കൊടുക്കണ്ട. അത്രയുള്ള മാറ്റം, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്രോഗ്രാം